ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന മനുഷ്യനാണ്. ഖായിദെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ നേതാവ് എന്നർത്ഥം. തമിഴ്നാട്ടിൽ വളരെ പ്രഗത്ഭനായൊരു പണ്ഡിതനുണ്ടായിരുന്നു, അല്ലാമ അമാനി ഹസ്രത്ത് ലിയാവുദ്ദീൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തമിഴ്നാട് ബാക്കിയാത്ത് സ്വാലിഹാത്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് മമ്പൗൽ അൻവാർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ ഇദ്ദേഹമാണ്. 1946 മമ്പൗൽ അൻവാറിൻ്റെ സനദ് ദാന സമ്മേളനത്തിൽ ലിയാവുദ്ദീൻ അഹമ്മദ്, മൗലാന ലിയാവുദ്ദീൻ അഹമ്മദ് അഭിനന്ദനായ ഇസ്മായിൽ സാഹിബിനെ മദിരാശി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മദിരാശി പ്രവിശ്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ ആ ചടങ്ങിൽ അന്ന് അധ്യക്ഷനാവാനാണ് ചടങ്ങിലേക്ക് വിളിക്കുക. അധ്യക്ഷനാകാൻ വിളിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ചേർന്ന ആ സന്നദ്ധദാന സമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞു അത്രേ, ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാനൊരു പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന മുഹമ്മദ് ഇസ്മായിൽ, അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഖായിദെ മില്ലത്താണെന്ന് പ്രഖ്യാപിച്ചു. അമാനി ഹസ്രത്ത് പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം ഇസ്മായിൽ സാഹിബ് എണീറ്റെന്ന് പറഞ്ഞു, ഞാനൊരു സാധുവാണ്, ഞാനൊരു പാവം മനുഷ്യനാണ്, ഞാനൊരു വെറും ഉമറാവ് മാത്രമാണ്. അമാനി ഹസ്രത്ത് അങ്ങ് മഹാപണ്ഡിതനാണ്, അങ്ങയെപ്പോലത്തെ പണ്ഡിതന്മാരാണ് ഈ സമുദായത്തിൻ്റെ ആത്മാവ്, ഞങ്ങളൊക്കെ ശരീരത്തിൻ്റെ ആളുകളാണ്, അങ്ങ് ഷെയ്ഖുൽ മില്ലത്താണ് എന്ന് തിരിച്ചു വിളിച്ചു. അതിനുശേഷം അല്ലാമ അമാനി ഹസ്രത്ത് ലാൽപേട്ടിലെ ഷെയ്ഖുൽ മില്ലത്ത് എന്നും മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഖായിദെ മില്ലത്തും എന്നും അറിയപ്പെട്ടു എന്നാണ്. 1899 തമിഴ്നാട്ടിലെ തിരുനെൽവേലിപ്പേട്ടയിൽ മിയാൻ കണ്ണ് റാവുത്തറുടെയും മുഹീദ്ദീൻ ഫാത്തിമ ഉമ്മയുടെയും മകനായാണ് ജനനം. അദ്ദേഹത്തിൻ്റെ വല്യുപ്പ തമ്പി മീറാൻ റാവുത്തർ വലിയ കച്ചവടക്കാരനായിരുന്നു. തമ്പി മീറാൻ റാവുത്തർ ഈ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം ചെറുപ്പത്തിൽ തന്നെ മിയാൻ കണ്ണ് റാവുത്തർ മരിച്ചുപോയി. ഖായിദെ മില്ലത്തിൻ്റെ ഉമ്മാക്ക് 5 കുട്ടികളുള്ളപ്പോൾ 26 വയസ്സുകാരിയായ ആ ഉമ്മയെ വിധവയാക്കിക്കൊണ്ട് ഇസ്മായിൽ സാഹിബിൻ്റെ പിതാവ് മരണപ്പെട്ടുപോയി. തമ്പി മീറാൻ റാവുത്തർ വലിയ കച്ചവടക്കാരനെന്ന് പറഞ്ഞാൽ ഈ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ വസ്ത്രം വിൽക്കാൻ വരുന്ന ജോലി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം വസ്ത്രം വിൽക്കാൻ വന്നപ്പോൾ രാജാവിൻ്റെ ഗുമസ്തർ പറഞ്ഞു, ഇനി കച്ചവടക്കാരും കൊട്ടാരത്തിനകത്ത് കയറണ്ട, നിങ്ങൾ അകത്തേക്ക് ഡ്രസ്സ് കൊടുത്തേക്കുക, എടുത്ത ഡ്രസ്സിൻ്റെ പണവും ബാക്കിയുള്ള ഡ്രസ്സും പുറത്തേക്ക് കൊണ്ടുവന്നിരും. തമ്പി മീറാൻ റാവുത്തർ അന്ന് ഡ്രസ്സ് ഇറക്കാതെ തിരുനെൽവേലിയേക്ക് തിരിച്ചുപോയി. ഈ തിരുനെൽവേലിയിൽ നിന്ന് വസ്ത്രവുമായി വരുന്ന ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന രാജകുടുംബാംഗങ്ങൾക്ക് ഇദ്ദേഹം വരാത്തപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് തോന്നി. രാജാവ് ഇയാൾ ആളയച്ച് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ വസ്ത്രവുമായി വരാത്തത്? എനിക്ക് കയറാൻ അനുവാദമില്ലാത്തരത്ത് എൻ്റെ വസ്ത്രങ്ങൾ വലിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. രാജാവിന് ഇതിന് വലിയൊരു കൗതുകം തോന്നി. ഈ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് ഒരു പ്രത്യേകത, കുറച്ച് നീതിബോധമുള്ള മനുഷ്യന്മാരാണ് അവർ. അവരിലൊരാൾ അന്നത്തെ രാജാവ് പറഞ്ഞു, തമ്പി മീറാൻ റാവുത്തർ, അങ്ങയുടെ നിലപാടുകൾ എനിക്കിഷ്ടമായി, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന് നിങ്ങൾക്ക് സഹായം ചെയ്തുതരാം, നിങ്ങൾ വസ്ത്രവുമായി ഇനി അകത്ത് കയറി കച്ചവടം ചെയ്തോളൂ, നിങ്ങളുടെ നിലപാട് അത്ര നല്ല രസമുള്ളൊരു നിലപാടായി പോയി. അദ്ദേഹം പറഞ്ഞു, രാജാവേ, എനിക്കൊന്നും വേണ്ട, തിരുവനന്തപുരത്തെ നഗരമധ്യത്തിൽ മുസ്ലിങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ച് കച്ചവട സ്ഥാപനം ഉണ്ടാക്കാൻ അനുവാദമില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്ഥലം വേണം, സ്ഥലത്തിന് പണം ഞാൻ തരാം. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ ഇസ്മായിൽ സാഹിബിൻ്റെ പിതാവ് തമ്പി മീറാൻ റാവുത്തർ സ്ഥലം വാങ്ങിച്ച് കച്ചവടം ചെയ്തു. അവിടെ കടയൊക്കെ ഉണ്ട്. ഇന്നും ആ ചാല മാർക്കറ്റിലെ കേദൽ ചിക്കൻ കഴിക്കാനൊക്കെ പോയാലും അറിയാം, അവർ മുസ്ലിം ഗല്ലിയായി നിലനിൽക്കുന്നത് കാണാം. 1899 ശേഷം ഇസ്മായിൽ സാഹിബ് തിരുനെൽവേലിപ്പേട്ടയിൽ തന്നെ മതപഠനവും ഭൗതിക പഠനവും ഒരുമിച്ച് കൊണ്ടുപോയി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആകൃഷ്ടനായി ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ട് ഡിഗ്രി പഠനം വേണ്ട എന്ന് വെച്ച് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി. ഡിഗ്രി പരീക്ഷയ്ക്ക് 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ മുഴുകുകയും നിരന്തരമായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ വല്ലിപ്പാക്ക് തോന്നി, ഇവൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചിട്ട് മദ്രാസിലെ ജോർജ് ടൗണിലെ തമ്പുരുചെട്ടി തെരുവിൽ ജമാൽ മുഹീദ്ദീൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കൊണ്ടുപോയി ജോലി കേൾപ്പിച്ചു. ജമാൽ മുഹീദ്ദീൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓണറുടെ പേര് ജമാൽ മുഹീദ്ദീൻ സാഹിബാണ്. നമ്മളൊക്കെ പഠിക്കേണ്ട മഹാവ്യക്തിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവും മദ്രാസിലെ വർത്തക പ്രമുഖനുമാണ്.
JD ബിർളയും ഗാന്ധിജിയും കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിരിവിന് വേണ്ടി മദ്രാസിലേക്ക് വന്നപ്പോൾ മദ്രാസിൽ വെച്ച് ഗാന്ധിജിക്ക് പണം ആവശ്യപ്പെട്ടു. നമുക്ക് കേസെടുത്താനും പരിപാടികൾ നടത്താനും സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ഉഷാറാക്കി കൊണ്ടുപോകണമെങ്കിൽ പണം വേണം. ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ടെടുത്തിട്ട് പറഞ്ഞു, ഗാന്ധിജിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിലിഷ്ടമുള്ള എത്ര പൈസ എടുത്തിരുത്തോളി. ഗാന്ധിജി പറഞ്ഞു, ഈ നിൽക്കുന്ന ബിർള പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ബിർളയുടെ ഒപ്പം ഇന്ത്യയുടെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ഒരു വ്യവസായ പ്രമുഖനാണ് ജമാൽ മുഹിദ്ദീൻ സാഹിബ്. ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇന്നത്തെ സർവകലാശാലയാണ്. അതിൻ്റെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് മൗലാനമാർ മദ്രാസിൽ പിരിവിനെത്തിയപ്പോൾ, ഖിലാഫത്ത് മൂവ്മെന്റിന്റെ സമയത്ത് അത് സ്ഥാപിക്കാൻ വേണ്ടി പിരിവിനെത്തിയപ്പോൾ അതിൻ്റെ തറടാനുള്ള മുഴുവൻ പൈസയും കൊടുത്ത ആളാണ് ജമാൽ മുഹിദ്ദീൻ സാഹിബ്. ആ ജമാൽ മുഹിദ്ദീൻ സാഹിബാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുരുവര്യൻ, രാഷ്ട്രീയ ഗുരു. ജമാൽ മുഹിദ്ദീൻ സാഹിബിനോട് അടുത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ 1930 ഇലക്ഷനിൽ ജമാൽ മുഹിദ്ദീൻ സാഹിബിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മദ്രാസ് സെൻട്രൽ മണ്ഡലത്തിൽ നിർത്തി. വിളിക്കണില്ലേ? ഞാൻ പറഞ്ഞത്, ജമാൽ മുഹിദ്ദീൻ സാഹിബ് 1930 മത്സരിക്കാൻ നിന്നപ്പോൾ കോൺഗ്രസിൽ ഉയർന്ന ജാതികൾക്ക് അത് ഇഷ്ടമില്ല. അവർ കൃഷ്ണാചാരി എന്ന് പറയുന്ന ആളെ എതിർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു. ജമാൽ മുഹിദ്ദീൻ സാഹിബിന് ഇത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു നീക്കം കോൺഗ്രസിലെ അപ്പർ കാസ്റ്റിൻ്റെ അകത്തുനിന്നുണ്ടായത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സർവേന്ത്യ ലീഗിലെ അംഗമായി. അദ്ദേഹത്തിനോട് ഇസ്മായിൽ സാഹിബ് അംഗമായി. ഇസ്മായിൽ സാഹിബ് വളരെ സത്യസന്ധനും വളരെ വിഷനുള്ള ഒരാളായതുകൊണ്ടും ജമാൽ മുഹിദ്ദീൻ സാഹിബിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാനും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകൾ ജമാൽ ഹാമിദ ബീവിയെ അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പിന്നീട് ജമാൽ മുഹിദ്ദീൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പ് കൊടുത്തു. ആ കമ്പനിയുടെ പ്രത്യേകത, ആഴ്ചയിൽ 2 തവണ തുകൽ കയറ്റി ഈ ലെതറിൻ്റെ റോ മെറ്റീരിയൽ കയറ്റി അയക്കുന്ന കമ്പനിയായിരുന്നു. ഈ കമ്പനിയിൽ ഇസ്മായിൽ സാഹിബ് പാർട്ട്ണറായ, കമ്പനിയിലെ കണക്ക് എഴുതിയിരുന്നത് ജർമ്മനിക്കാരായ ഉദ്യോഗസ്ഥർ 2000 രൂപ ശമ്പളത്തിനൊക്കെ അത്രയും വലിയൊരു കമ്പനിയുടെ പാർട്ട്ണറായി. ഇപ്പോൾ വലിയ സാമ്പത്തികമായി ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളുമുള്ളൊരു സമയം. അപ്പോഴാണ് ഈ സർവേന്ത്യ ലീഗിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഇസ്മായിൽ സാഹിബ് കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് നിരന്തരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമുദായിക, മാൻഡ്യൂക്ക് പിക്താളിൻ്റെ പ്രഭാഷണങ്ങൾ വരെ മദ്രാസിൽ ഈ ജമാൽ മുഹിദ്ദീൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫണ്ട് ചെയ്തുകൊണ്ട് നടത്തിയിരുന്നു എന്നാണ്. ഈ റെഡ് ക്രസൻറ്റ് വളണ്ടിയേഴ്സിന് ഈ തുർക്കിയിലേക്കൊക്കെ അയച്ചപ്പോൾ അതിൻ്റെ മുഴുവൻ ഫണ്ട്, ലക്ഷക്കണക്കിന് രൂപ അന്ന് ഫണ്ട് ചെയ്തിരുന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ മലബാറിലെ മാപ്പിളമാരെ സഹായിക്കാൻ വലിയ വലിയ സംഖ്യകൾ സംഭാവന കൊടുത്ത ആളാണ് ജമാൽ മുഹിദ്ദീൻ സാഹിബ്. വലിയ പ്രഗത്ഭനാണ്. അപ്പം അതിനോട് ചേർന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് 1946 ഇസ്മായിൽ സാഹിബിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രത്യേകത ഉള്ളത് അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. 1946 മദ്രാസിലെ മുസ്ലിം സംവരണ മണ്ഡലത്തിൽ നിന്ന് ഇസ്മായിൽ സാഹിബ് മത്സരിച്ചു. അന്ന് അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥി നിൽക്കാൻ ആരും വന്നില്ല. അദ്ദേഹം മദ്രാസ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി വളരെ പ്രഗത്ഭനായി മാറി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം അന്നത്തെ ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ഉണ്ട്, അത് നമുക്ക് വേറൊരു സമയത്ത് പറയേണ്ട സാധനമാണ്. അതിൽ സർവേന്ത്യ ലീഗും കോൺഗ്രസും ഒക്കെ എത്ര പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് അത് വ്യക്തമാണ്. പക്ഷേ അന്ന് ചരിത്രം എഴുതിയതൊക്കെ ഒരു വശത്തുനിന്ന് നോക്കിക്കണ്ടായതുകൊണ്ട് അതിൽ കൃത്യമായി ജിന്ന ടാർഗറ്റ് ചെയ്തപ്പെട്ടു എന്നുള്ളതാണ്. മുഹമ്മദ് അലി ജിന്ന മഹാനായ ലീഡറാണ്. ഖായിദ ആസം മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹത്തിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ജീവചരിത്രങ്ങളുള്ളത് മുഹമ്മദ് അലി ജിന്നക്കാണ്. അതിൽ ആയിഷ ജലാൽ എഴുതിയ പുസ്തകമൊക്കെ വളരെ കൃത്യമായി നമ്മൾ റെഫർ ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ്. ജിന്ന സാഹിബ് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ അത് ക്ലോസ് ചെയ്യണം. ജിന്ന സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. പാത്വേ ടു പാകിസ്ഥാൻ എന്നുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയത് ഖലീഖുസ്സമാൻ ചൗധരി എന്ന വളരെ പ്രഗത്ഭനായ ലീഡറാണ്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. ഇവരെല്ലാവരും പാകിസ്ഥാൻ. നമ്മുടെ നാട്ടിൽ ലീഗ് ഉണ്ടാക്കിയത് സത്താർ സേട്ടു സാഹിബാണ്. കച്ച്മേമൻ സ്വദേശിയായ, മാഹി സ്വദേശിയായ ഹാജി ഇസാഖ് അബ്ദുൽ സത്താർ സേട്ടു സാഹിബ് വലിയ സൂഫി വര്യനാണ്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. ഇങ്ങനെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ഇന്ത്യയിൽ അവശേഷിച്ച ലീഗിൻ്റെ ആൾക്കാരെ യോഗം വിളിക്കാൻ, നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞ പോലെ HS സുഹ്രവർദി, ഹസൻ ഷഹീദ് സുഹ്രവർദി, ബംഗാൾ ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗാണ്.
ബംഗാൾ സ്റ്റേറ്റ്. ഈ പ്രത്യേകിച്ച് 1930 ഇന്ത്യ നിയമപ്രകാരം അന്ന് 7 സംസ്ഥാനങ്ങളാണ്. 7 സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട മദിരാശി പോലത്തെ ഒരു സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിന്റെ പ്രധാനമന്ത്രി, അന്ന് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി, അദ്ദേഹം HS സുഹ്രവർദി. ഈ സുഹ്രവർദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉമ്മയാണ് ആദ്യമായി യൂറോപ്യൻ എഡ്യൂക്കേഷൻ നേടിയ മുസ്ലിം വനിത ഇന്ത്യയിൽ. ഇദ്ദേഹം ഗാന്ധിജിയുടെ ഏറ്റവും അരുമ ശിഷ്യനാണ് സുഹ്രവർദി. അദ്ദേഹമാണ് മീറ്റിംഗ് വിളിച്ചത്. അത് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ അവശേഷിച്ച നിയമസഭ ഉൾപ്പെടെയുള്ള സഭകളിലെ ഈ മെമ്പർമാരെയാണ് വിളിച്ചത് എന്നും അല്ല മുസ്ലിം നേതാക്കളെയാണ് വിളിച്ചത് എന്നും അഭിപ്രായമുണ്ട്. അന്ന് പത്രത്തിൽ വാർത്ത കണ്ട് സീതി സാഹിബ് കത്തെഴുതുകയാണ് ഇസ്മായിൽ സാഹിബ് മറുപടി അയച്ചു, നമുക്ക് പോകണം. അപ്പോൾ ഇസ്മായിൽ സാഹിബ് തിരിച്ചൊരു കത്തെഴുതുകയാണ്, സീതി സാഹിബ് തിരിച്ചെഴുതുക, ഞാൻ മദ്രാസിൽ വരാം, നമുക്ക് അവിടുന്ന് കൽക്കത്ത എക്സ്പ്രസ്സിൽ വേണം പോകാൻ. 3 ദിവസത്തെ യാത്രയാണ് മദ്രാസിൽ നിന്ന് അന്ന് കൽക്കത്തയിലേക്ക് പോകാൻ. അങ്ങനെ സീതി സാഹിബ് മദ്രാസിലെത്തിയിട്ട് സീതി സാഹിബ് വളരെ കൃത്യസമയത്തെത്തി, പെട്ടിയൊക്കെ ഇറക്കി കൽക്കത്ത എക്സ്പ്രസ്സിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് നിൽക്കുമ്പോൾ ഈ ഇസ്മായിൽ സാഹിബിനെ കാണാനില്ല. ഇസ്മായിൽ സാഹിബ് നമ്മളെല്ലാവരും കേട്ടൊരു ക്ലീശ സാധനമാണിത്. ഇസ്മായിൽ സാഹിബിനെ കാണാനില്ല. അപ്പോൾ ഇസ്മായിൽ സാഹിബ് എന്താണ് വരാത്തത്? ട്രെയിൻ എടുക്കാൻ നേരത്ത് സീതി സാഹിബിനൊരു ഡൗട്ട് തോന്നി, പെട്ടിയൊക്കെ ഞങ്ങളുടെ ഇറക്കി വെക്കണോ അതോ ഈ ട്രെയിനിന് പോകേണ്ടി വരുമോ എന്നുള്ള സാഹചര്യം. മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പോഴാണ് ഇസ്മായിൽ സാഹിബ് ട്രെയിൻ എടുക്കാൻ നേരത്ത് ഓടി വന്ന് സീതി സാഹിബ് വലിച്ചു കയറ്റുക. സീതി സാഹിബ് ഒരിക്കലും ദേഷ്യപ്പെടാത്തൊരു മനുഷ്യനായിരുന്നു. ഇസ്മായിൽ സാഹിബിനോട് കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു, അങ്ങ് എവിടെയാണെന്ന്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, എൻ്റെ കിതപ്പൊന്ന് മാറട്ടെ എന്നാണ്. കിതപ്പ് മാറിയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യ വീണ് കാലിന് പൊട്ടി, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലേക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പം ഞാൻ മകൻ ചെറുതല്ലേ, അപ്പോൾ അടുത്ത വീട്ടിലെ ആളുകളെ ഏൽപ്പിച്ചിട്ട് വരികയാണ് എന്നാണ്. അപ്പോൾ സൈദി സാഹിബ് പറഞ്ഞു, നിങ്ങൾ എന്താണ്, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി തിരികെ പോവാം. 3 ദിവസം കഴിഞ്ഞാൽ കൽക്കത്തയിൽ അവിടുന്ന് എന്തെങ്കിലും ട്രങ്ക് കോളൊക്കെ വിളിച്ചാലേ വീട്ടിലത്തെ സ്ഥിതി അറിയുള്ളൂ. എങ്ങനെ സഹിച്ചു നോക്കും നിങ്ങൾ? തവക്കൽത്തു അലല്ലാഹ്. ഇത് പോയിട്ടില്ലെങ്കിൽ നമ്മൾ സമുദായത്തോട് ചെയ്യണ വഞ്ചനയാണെന്ന് പറഞ്ഞു. കൽക്കത്തയിലെത്തിയ മീറ്റിങ്ങിൽ പങ്കെടുക്കും. ആ മീറ്റിങ്ങിൽ വെച്ച് മുസ്ലിം ലീഗ് പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു. പിരിച്ചുവിടാൻ അധികാരം ബോഡിക്കില്ല. അന്ന് ഇസ്മായിൽ സാഹിബ് നടത്തിയൊരു പ്രസംഗമുണ്ട്. ഇവിടെ ലീഗ് പിരിച്ചുവിടണോ തുടരണോ എന്ന നമുക്ക് തീരുമാനിക്കാൻ അർഹതയില്ല, അത് സമുദായത്തിൻ്റെ തീരുമാനമാണ്. ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമുദായത്തിലെ ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ യോഗം വിളിക്കാൻ പറയും. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്നു. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസം ഈ മീറ്റിംഗ്. അടുത്ത മാസം നവംബർ മാസം കറാച്ചിയിൽ വെച്ച്, പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് പ്രശസ്തമായ കറാച്ചി കോൺഫറൻസ്, ജിന്ന വീൽ ചെയറിലാണ് അതിൽ പങ്കെടുത്തത്. ഇന്ത്യ ഗവൺമെൻറ്റിന് അനുമതി വാങ്ങിച്ച് ഇവിടുത്തെ നേതാക്കളൊക്കെ അങ്ങോട്ട് പോയി. 3-4 ദിവസത്തെ മീറ്റിങ്ങും ഒരാഴ്ച ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ളവർ തങ്ങി. ഒരുമിച്ചുറങ്ങിയവർ ഒരുമിച്ചുണ്ടവർ 2 രാജ്യങ്ങളായി പിരിയാണ്. ഇന്ത്യയിൽ ലീഗ് വേണോ വേണ്ടേ, അത് ഇന്ത്യക്കാർ തീരുമാനിച്ചോട്ടെ. പാകിസ്ഥാൻ ലീഗ് വേണോ വേണ്ടേ, അത് പാകിസ്ഥാൻകാർ തീരുമാനിച്ചോട്ടെ. ഇന്ത്യയിലെ ലീഗിന് യോഗം വിളിച്ചുകൂട്ടാൻ ഒരാൾ വേണം, ഒരു കൺവീനർ വേണം. അതാരാവും? UP നിന്ന് വന്ന പ്രതിനിധികൾ പറഞ്ഞു, ഞങ്ങളുടെ മുഹമ്മദ് ഇസ്മായിൽ ആയിക്കോട്ടെ എന്ന്. UP ഒരു മുഹമ്മദ് ഇസ്മായിൽ, ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. മദ്രാസിൽ നിന്ന് വന്ന പ്രതിനിധികൾ പറഞ്ഞു, മദിരാശിയിലെ മുഹമ്മദ് ഇസ്മായിൽ ആവട്ടെ എന്ന്. മദിരാശിയിലെ മുഹമ്മദ് ഇസ്മായിൽ സെലക്ട് ചെയ്യപ്പെട്ടു. UP മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പിന്നീട് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ VC ആയി മാറി. മദിരാശിയിലെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ട് ഒരാഴ്ച പാകിസ്ഥാനിൽ തങ്ങിയെന്നാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അന്നത്തെ പ്രഗത്ഭനായ മുസ്ലിം നേതാവ്, ഇന്ത്യ യാത്ര നടത്തിയ നവാബ് സദാ ലിയാഖത്ത് അലി ഖാൻ, സർവേന്ത്യ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അദ്ദേഹമാണ് പാകിസ്ഥാൻ്റെ പ്രഥമ പ്രധാനമന്ത്രി. ഇസ്മായിൽ സാഹിബുമായി ബന്ധപ്പെട്ട് അന്ന് NV അബ്ദുസ്സലാം ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അത്രേ, നവാബ് സദാ ലിയാഖത്ത് അലി ഖാൻ ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു അത്രേ, ഇസ്മായിൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അവിടെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഒരു സ്വാഭാവിക പറച്ചിലാണ്. ഞാനിവിടെ പാകിസ്ഥാൻ്റെ അധികാരം നമ്മുടെ കയ്യിലാണല്ലോ, നിങ്ങൾക്ക് എന്തും ആവശ്യപ്പെടാമെന്നാണ്. ഇസ്മായിൽ സാഹിബ് അവിടെ ഒരു പ്രസംഗം നടത്തി. പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ 2 രാജ്യങ്ങളായി പിരിയുകയാണ്. ഇത് വലിയ സങ്കടകരമാണ്. ഒരുമിച്ചുറങ്ങിയവർ ഒരുമിച്ചുണ്ടവരാണ് നമ്മളൊക്കെ. പക്ഷേ ഇനി നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു പോകരുത്. എന്നോട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നം വന്നാൽ ഞങ്ങളോടും സഹായം ചോദിക്കാമെന്നാണ്. പ്രിയപ്പെട്ട പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, അങ്ങനെയൊന്നും നവാബ് സദാ ലിയാഖത്ത് അലി ഖാൻ ഇസ്മായിൽ സാഹിബ് വിളിക്കൂല.
പക്ഷെ ആ പറഞ്ഞതിൻ്റെ ഒരു പൊളിറ്റിക്സാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമർന്ന് മരിക്കേണ്ടി വന്നാലും പാകിസ്ഥാൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. മറിച്ച് പാകിസ്ഥാനിൽ പഞ്ചാബികളും ഹിന്ദുക്കളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് പഞ്ചായത്തുകൾ മുതൽ നിയമനിർമ്മാണ സഭകളിൽ വരെ അർഹമായ ന്യൂനപക്ഷ പ്രാതിനിധ്യം വകവെച്ചു കൊടുക്കണമെന്നാണ് ഇന്ത്യയിലെ ലീഗിൻ്റെ കൺവീനർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ പഴയ ലീഗിൻ്റെ ഫണ്ടിൽ അന്നത്തെ 47 ലക്ഷം റുപ്യ ബാക്കിയുണ്ട്. അന്ന് ഒരു പവൻ സ്വർണത്തിന് 35,000 ഒന്നുമില്ല, 2 റുപ്യ 3 റുപ്യ ഒക്കെ ഉണ്ടാവും. അന്നത്തെ 47 ലക്ഷം റുപ്യ, അതിൻ്റെ പകുതി ഇന്ത്യക്കാണ്. ഹബീബ് ബാങ്കിൽ അതിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നാണ് ചർച്ച. ഞങ്ങൾക്ക് അതിൽ നിന്നൊരു ചില്ലി ക്യാഷ് വേണ്ട. എൻ്റെ പിന്മുറക്കാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുണ്ടാക്കിയ പാർട്ടിയല്ലോടോ എന്ന് പഴി കേൾക്കേണ്ടി വരുമെന്നാണ്. ലിയാഖത്ത് അലി ഖാൻ ഇസ്മായിൽ സാഹിബ് സംസാരിച്ചിറങ്ങിയത് കണ്ട് അടുത്തു വന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത്ര ചെവിയിൽ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഇസ്മായിൽ, ഇങ്ങനെ ക്ഷുഭിതപ്പെടാൻ. ഇസ്മായിൽ സാഹിബിൻ്റെ കോട്ടിൻ്റെ സൈഡ് ലിയാഖത്ത് അലി ഖാൻ്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോയിരുന്നു എന്ന് NV അബ്ദുസ്സലാം എഴുതി വെക്കും. ഞാൻ പറഞ്ഞത്, ഇസ്മായിൽ സാഹിബ് നേരെ മദ്രാസിൽ വരികയാണ്. മദ്രാസിൽ വന്ന് വീട്ടിലെത്തി. ഡോൺ എന്ന ജിന്ന എഡിറ്ററായ ഒരു പത്രമുണ്ട്, അതിൽ വലിയ വാർത്ത വന്നിരുന്നു ഇസ്മായിൽ സാഹിബ് ലീഗിൻ്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തതൊക്കെ. മൗണ്ട് ബാറ്റൺ പ്രഭു മദ്രാസിലെ ഗിണ്ടിയിലുള്ള ഗവർണർ വസതിയിൽ, അന്ന് പ്രസിഡന്റിന്റെ തുല്യമായ പോസ്റ്റാണ് ഗവർണർ ജനറൽ, അദ്ദേഹം വിളിപ്പിച്ചു 1948 ഡിസംബർ മാസത്തിൽ. ഇത് ഡിസംബറാണ്. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ലീഗിൻ്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തതായൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ വളരെ അഭിപ്രായ വ്യത്യാസമുണ്ട് അക്കാര്യത്തിൽ. അതുകൊണ്ട് അങ്ങ് അത്തരം ഒരു ഉദ്യമത്തിൽ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതറിയിക്കാനാണ് അങ്ങേ ഞാൻ വിളിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞത്. മൗണ്ട് ബാറ്റൺ പ്രഭു, അങ്ങയോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷേ ഇത് സമുദായത്തിൻ്റെ കാര്യമാണ്. സമുദായത്തോട് ആലോചിക്കാതെ എനിക്കൊരു അഭിപ്രായത്തിൽ പറയാൻ കഴിയില്ല. ഞങ്ങളൊരു മീറ്റിംഗ് വിളിക്കട്ടെ എന്നാണ്. എൻ്റെ പേഴ്സണലായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ കോംപ്രമൈസിന് തയ്യാറാണ്. മഹാനായ നെഹ്റു വിളിപ്പിച്ചു. ആചാര്യ കൃപാലിനി കൂടെയുണ്ട്. നെഹ്റു വിളിപ്പിച്ചിട്ട് പറഞ്ഞത്, ഇസ്മായിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇതാ പേപ്പറിൽ എഴുതി തരൂ. എത്ര ഗവർണർമാർ വേണം, എത്ര ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ വേണം, തന്നോളൂ, ഞാൻ തരാം. എന്നെ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഞാനൊരു ജനാധിപത്യവാദിയല്ലേ? ഞാനൊരു മതേതരവാദിയല്ലേ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നെഹ്റുവിൻ്റെ കയ്യിൽ സുരക്ഷിതരല്ലെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? പ്രിയപ്പെട്ട നെഹ്റുജി, നിങ്ങളും മരിക്കും, ഞാനും മരിക്കും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ചില വിഷയങ്ങൾ വരുന്നൊരു കാലമുണ്ടാകും. അക്കാലത്ത് ഞങ്ങൾക്ക് ചേർന്നിരുന്ന് കരയാനെങ്കിലും ഒരു പാർട്ടി എന്നാണ്. നെഹ്റു നിർബന്ധിച്ചിട്ട് സാഹചര്യമില്ല. അദ്ദേഹം മൗണ്ട് ബാറ്റനോട് പറഞ്ഞ സെയിം സാധനം പറഞ്ഞു, സമുദായത്തോട് ആലോചിക്കണം. ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു, ഇസ്മായിലേ, നിങ്ങൾ യോഗം വിളിക്കൂലേ? യോഗം വിളിക്കുമ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ, എന്ത് ലീഗ് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ അതിനോടൊപ്പം നിന്നോളൂ. നെഹ്റു ഒന്ന് എഴുതി തരൂ. നെഹ്റു ചിരിച്ചാൽ ഇന്ത്യ ചിരിച്ചു, നെഹ്റു കരഞ്ഞാൽ ഇന്ത്യ കരഞ്ഞു എന്ന കാലം. ലോകത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് മതേതരത്വ സംവിധാനങ്ങളുടെ ലീഡറോട്, സോഷ്യലിസ്റ്റിനോട്, ലോകത്തെ ഏറ്റവും വലിയ മതേതരവാദിയോട് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ എന്നും അങ്ങയെ പോലത്തെ ഒരാളുണ്ടാവുന്ന ഉറപ്പ് തരാൻ കഴിയോ? നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നമ്മളിന്ന് ചേർന്നിരിക്കുന്നത്. ഞാനിതിനോട് കണക്ട് ചെയ്തൊരു സാധനം, അത് കുറച്ച് വ്യക്തത കുറവ്, കുറച്ച് പേരുകൾ കിട്ടുന്നില്ല എന്നതുകൊണ്ട് കണക്ട് ചെയ്തൊരു സാധനം പറയാം. ഇന്നലെ ഞങ്ങളുടെ നാട്ടിലൊരു SDPക്കാർ മുപ്പൊരു അടുത്തൊരാളോട് പറയുന്നുണ്ട്, SDPI ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലത്തെ പള്ളിയൊന്നും പൊളിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം കണ്ടില്ലേ, ആലപ്പുഴയിൽ കണ്ടില്ലേ, പേടിയായിട്ടാണ്. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല ചങ്ങായി, ബാബരി പള്ളി പൊളിച്ചില്ലേ, പിന്നെ ഏത് പള്ളിയെ പൊളിച്ച്? പിന്നെ പള്ളിക്ക് അവകാശവാദം ഉന്നയിക്കുന്നില്ലേ? ഞാൻ പൊളിച്ചോ? ഇല്ല.
ഗുലാം മഹ്മൂദ് ബനാത്വാല സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? GM ബനാത്വാല ഇന്ത്യയിലെ 10 പാർലമെന്റേറിയന്മാരിൽ ഒരാളെ ഇന്നും തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്ന് അദ്ദേഹമായിരിക്കും. പ്രാഗൽഭ്യം കൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ബില്ലിന് അനുമതി ലഭിച്ചു. ബില്ല് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനിവിടെ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ്. ബനാത്വാല സാഹിബ് സംസാരിക്കുമ്പോൾ പാർലമെന്റ് സാഹൂതം കേട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ ബില്ല് കട്ടെടുത്തതാണ്. പാർലമെന്റ് ആകെ ചിരിച്ചു പോകണം. എന്താ കട്ടെടുത്ത ബില്ലോ? ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജനതാദളിന്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ഞാനത് പേര് ഓർക്കുന്നില്ല, അദ്ദേഹം അവരുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയമാണ് ഞാനിവിടെ ഒരു ബില്ലായിട്ട് അവതരിപ്പിക്കുന്നത്. ആ ബില്ല് ഇങ്ങനെയാണ്: 1947 ആഗസ്റ്റ് 15 ഒരു കട്ട് ഓഫ് ഡേറ്റ് ആക്കി വെക്കുക. എന്നിട്ട് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ പള്ളി ആയിരുന്നതൊക്കെ പള്ളി, അമ്പലമായിരുന്നതൊക്കെ അമ്പലം, ചർച്ച് ആയിരുന്നതൊക്കെ ചർച്ച്, ഗുരുദ്വാര ആയിരുന്നതൊക്കെ ഗുരുദ്വാര. പക്ഷേ അതിനുശേഷം ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഞങ്ങളുടേതായിരുന്നു അത് നിങ്ങളുടേതായിരുന്നു അഭിപ്രായം പറയാൻ പാടില്ല. അതാണ് ചുരുക്കം. ബാബരി മസ്ജിദിന് മുമ്പുള്ളൊരു തർക്കഭൂമിയാണ്, എക്സെപ്റ്റ് ബാബരി. പക്ഷേ സ്പീക്കർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സേഠ് ജി വോട്ടിനിടയല്ലേ? സഭ മുഴുവൻ കുലുങ്ങി ചിരിച്ചു. കാരണം 2 MP-മാരുള്ള ലീഗിന് വോട്ടിനിട്ട് എത്ര പേര് വോട്ട് ചെയ്യും? സേഠ് സാഹിബ് എണീറ്റുന്നൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് അറിയാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഇസ്മായിൽ സാഹിബ് വന്ന് നെഹ്റുവിനോട് പറഞ്ഞു, മുസ്ലിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുണ്ടാവില്ല, ഞങ്ങൾക്ക് ചേർന്നിരുന്ന് കരയാനെങ്കിൽ ഒരു പാർട്ടി. ഇതാ മുസ്ലിം ലീഗിന്റെ MP-മാർ കൊണ്ടുവന്ന ഏറ്റവും മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങൾ അടിയുറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ബില്ലിന് എത്ര കോൺഗ്രസ് MP-മാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഇവിടെ പറഞ്ഞത് ബനാത്വാല സാഹിബിന്റെ അഭിപ്രായമല്ലല്ലോ, ആയിരിക്കുന്ന ജനതാദളിന്റെ നേതാവിന്റെ അഭിപ്രായമല്ലേ. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിപ്പ് നൽകുമോ എന്ന അഭിപ്രായം പറയാൻ താല്പര്യമുണ്ട്. ഒരു വല്ലാത്ത പ്രസംഗം നടത്തി. പിന്നീടത് ബില്ലായി വന്നതുകൊണ്ടാണ് ഇവിടെ പള്ളി പൊളിച്ചാൻ വരാത്തത്. ഇത് നമ്മക്കറിയില്ല. അപ്പൊ നമ്മളും വിചാരിക്കും ശരി തന്നെ കേട്ടോ, ഈ ആലപ്പുഴക്ക് കണ്ടില്ലേ. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, നമ്മുടെ ഒരു ചരിത്രബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണത്. ഞാനത് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അഭിനന്ദനായ ഇസ്മായിൽ സാഹിബ് അന്ന് നെഹ്റുവിനോട് പറഞ്ഞിറങ്ങി. 1948 മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് ലീഗ് ഉണ്ടായിരുന്നു. വെറുതെ പറയാണ്, രാജാജി ഹാൾ അന്നില്ല, രാജാജി മരിച്ചിട്ടില്ല. നമ്മൾ കരുതും ഈ രാജാജി ഹാളിൽ മീറ്റ് അപ്പോൾ അന്ന് ഈ മീറ്റിങ്ങിന് കത്തെടുക്കുമ്പോൾ മാർച്ച് 10 എല്ലാവരും രാജാജി ഹാൾക്ക് വരിക, അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. ലീഗിന്റെ യോഗം വിളിക്കാൻ ഒരു ഓഡിറ്റോറിയം കൊടുത്തില്ല. നെഹ്റു എതിര്, സർദാർ വല്ലഭായ് പട്ടേൽ എതിര്, മദ്രാസിലെ ആഭ്യന്തരമന്ത്രി ഡോക്ടർ സുബ്ബരായനെതിര്. പിന്നെ ഇവരെങ്ങനെ ഓഡിറ്റോറിയം കൊടുക്കുക? ഭരണകൂടം എതിരായ ഒരു പാർട്ടിക്ക് എങ്ങനെ ഓഡിറ്റോറിയം കൊടുക്കും? ബിസിനസിനെ ബാധിക്കൂലേ? 29 MLA-മാരുള്ള പാർട്ടി സ്പീക്കർ ആർച്ച് ബാൻസ്റ്റൈന്റെ ചേംബറിലേക്ക് കയറിയിട്ട് പറഞ്ഞു, സർ ഞങ്ങളുടെ MLA-ഷിപ്പ് എന്ന പ്രിവിലേജിനെ അക്കോമഡേറ്റ് ചെയ്യണം, ഞങ്ങൾക്കൊരു റൂം തരണം യോഗം വിളിക്കാൻ. ഞങ്ങളുടെ പാർട്ടിക്ക് യോഗം വിളിക്കാൻ മദ്രാസിൽ സ്ഥലമില്ല. ഞാൻ എന്നാൽ MLA ഹോസ്റ്റലോട് ചേർന്ന് സർക്കാർ അതിഥി മന്ദിരം അനുവദിക്കാം. അങ്ങനെയാണ് സർക്കാർ അതിഥി മന്ദിരത്തിൽ വെച്ച് ബാങ്ക്വറ്റ് ഹാളിൽ വെച്ച് 1948 മാർച്ച് മാസം 10-ാം തീയതി രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി 11 മണി വരെ ലീഗിന്റെ യോഗം വിളിച്ചു. ഗാന്ധിജിയുടെ ചരമത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച യോഗത്തിൽ ലീഗ് വേണോ എന്നതിന് ആദ്യത്തെ 5-6 ആൾക്കാർ വേണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു. വിദ്യാഭ്യാസ സംഘടനയാക്കാം, ജീവകാരുണ്യ സംഘടനയാക്കാം അഭിപ്രായം പറഞ്ഞു. കുറ്റിപ്പുറത്തെ MLA KP മൊയ്തീൻ കുട്ടി സാഹിബ് എണീറ്റെന്ന് പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംവിധാനം നിലനിർത്തണം, അതിനൊരു പേര് വേണം. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ അതിനൊരു പേര് വേണം, അതിനൊരു നയം വേണം, ഐഡിയോളജി വേണം, ഭരണഘടന വേണം, കുടി വേണം. ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൽ 150 ആൾക്ക് കത്തെടുത്തിട്ട് ആകെ യോഗത്തിൽ നിന്ന് 51 ആൾക്കാർ, ബാക്കിയുള്ളവർ പേടിച്ചിട്ട് വരാതിരുന്നാണ്. ഈ 51 ആൾക്കാരിൽ 10-37 ആൾക്കാർ അതിൻ്റെ കൂടാണ് നിന്നു.
അങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായത്. രൂപീകരിച്ച അതേ പേരിലും അതേ കൊടിയിലും അതേ നയത്തിലും അതേ നിലപാടിലും നിലനിൽക്കുന്ന ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കുറ്റിപ്പുറത്തെ MLA KP മൊയ്തീൻകുട്ടി സാഹിബ് നാട്ടിൽ വന്നൊരു യോഗം നടത്തി. ആ യോഗത്തിൻ്റെ പേര് ലീഗ് പിരിച്ചുവിടൽ സമ്മേളനം എന്നാണ്. മൂപ്പര് ലീഗിൽ നിന്ന് രാജിവെച്ചു. അവസാന നാളിൽ അദ്ദേഹം ലീഗിലേക്ക് തിരിച്ചു വന്നു. KPCCയുടെ പ്രസിഡൻ്റായ ആളാണ് മൊയ്തീൻകുട്ടി സാഹിബ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. മൂപ്പർക്ക് മക്കളില്ല. മൊയ്തീൻകുട്ടി സാഹിബിൻ്റെ അനിയൻ്റെ പേരക്കുട്ടിയാണ്. ലീഗിൻ്റെ സെക്രട്ടറി ഹബീബ് റഹ്മാൻ ബേഗ് വിജയവാഡയിൽ നിന്നുള്ള MP ആണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം 3 MP-മാരോടൊപ്പം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാനിത് ഇന്ന് രാജിവെക്കണം, ഇങ്ങനത്തെ ഒരു പാർട്ടിൻ്റെ ആവശ്യമില്ല. ആരു പോയാലും ആരെതിർത്താലും ആരു തടഞ്ഞാലും മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനവാചനമായി ഈ പതാക എൻ്റെ കൊക്കിൽ റൂഹുള്ളിടത്തോളം കാലം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ഇസ്മായിൽ സാഹിബ് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിന് പിന്നീട് പ്രത്യേകിച്ച് മലബാറിലെങ്കിലും നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം തെളിഞ്ഞത്. 1948 നിയമനിർമ്മാണ സഭയിലേക്ക് സത്താർ സെട്ടു സാഹിബ് പാകിസ്ഥാനിൽ പോയ ഒഴിവിൽ ഇസ്മായിൽ സാഹിബ് അംഗമായി. ഇസ്മായിൽ സാഹിബിൻ്റെ ഒരു പ്രസംഗമുണ്ട് നിയമനിർമ്മാണ സഭയിൽ. ഞങ്ങൾ ഓടുപൊളിച്ച് വന്നവരല്ല, ഞങ്ങൾ അപ്പൂപ്പൻ താടികളായി പാറി വന്നിരുന്നവരല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഞങ്ങൾ. ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപപ്പെട്ടാൽ ഇന്ത്യയിലെ ഭരണഘടന ന്യൂനപക്ഷ വിരുദ്ധമാകും. ന്യൂനപക്ഷമായ വിരുദ്ധമായ ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ടായാൽ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമെന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിനത് വല്ലാത്തൊരു അപമാനമായി മാറും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണം. ഭരണഘടനയുടെ 25-ാം ഭാഗം ഇസ്മായിൽ സാഹിബിൻ്റെ ഇടപെടലുകളൊന്ന് പരിശോധിച്ച് നോക്കിയുണ്ട്. റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു പ്രൊപ്പഗേഷൻ, മതം പ്രചരിപ്പിക്കാനും മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചത് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയാണ്. അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഇപ്പം എന്തായിരുന്നു? ഞാൻ പറഞ്ഞു വന്നത് 1952 ഇസ്മായിൽ സാഹിബ് രാജ്യസഭയിലേക്ക് മത്സരിച്ചു. രാജ്യസഭയ്ക്ക് മത്സരിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ലീഗിന് 5 MLA-മാരാണ്. മദ്രാസ് നിയമസഭയിൽ നിന്ന് 18 MLA-മാരുടെ വോട്ടിട്ടിയാലേ ഈ രാജ്യസഭയ്ക്ക് ജയിക്കാൻ കഴിയുള്ളൂ. എല്ലാ പ്രലോഭനങ്ങളെയും വകഞ്ഞുമാറ്റി തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പാർട്ടിയുടെയും പിന്തുണ കൂടാതെ രാജ്യസഭയിലേക്ക് ജയിച്ച ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് ഇസ്മായിൽ സാഹിബ് മാത്രമാണ്. പോക്കർ സാഹിബിന്റെ മരണശേഷം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അദ്ദേഹം മത്സരിച്ചു. പോക്കർ സാഹിബിന്റെ മരണശേഷം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ യോഗം ചേർന്ന് എറണാകുളത്തെ യോഗം ബാഫക്കി തങ്ങൾ ഒരുപാട് പറഞ്ഞു, നിങ്ങൾ മത്സരിക്കണം. ഇസ്മായിൽ സാഹിബ് നീറ്റുന്ന അസന്നിഗ്ധമായി പറഞ്ഞു, ഞാൻ മത്സരിക്കൂല, ഇത് ഞാനാണ് ഈ പാർട്ടി ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയത്, ഞാനിപ്പോൾ ഇവിടെ മത്സരിച്ചാൽ ലീഗിനൊരു ഒറ്റ സീറ്റേ ഉള്ളൂ, അതിൽ ഞാൻ തന്നെ മത്സരിച്ചാൽ ഇതൊക്കെ മത്സരിക്കാൻ ഞാൻ ഉണ്ടാക്കിയ പാർട്ടിയാന്ന് പറയില്ലേ, അതുകൊണ്ട് ഞാൻ മത്സരിക്കാനില്ല, ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. അവസാനം NV അബ്ദുസ്സലാം മൗലവിയോ പറഞ്ഞു, ഞാൻ ഇസ്തിഹാറത്ത് നിസ്കരിച്ചപ്പോൾ പടച്ച റബ്ബിനെ തോന്നിപ്പിച്ചത് അങ്ങ് നിൽക്കണം എന്നാണ്, ആ തോന്നലിന് നിങ്ങൾ എതിര് നിൽക്കരുത്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഒന്ന് നിങ്ങളിങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനത് ഏറ്റെടുത്തു പോവാണ്, പക്ഷെ ഒരു കാര്യം, ഞാൻ വോട്ട് ചോദിക്കാൻ വരില്ല. വോട്ട് ചോദിക്കാതെ ഇന്ത്യയിൽ പല ആൾക്കാരും ജയിച്ചിട്ടുണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ജയിച്ചിട്ടുണ്ട്. അതുപോലെ പശും പൊൻ മുത്തുരാമലിംഗ തേവർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലത്തെ ഒരാൾ, അയാളുടെ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ വരാതെ അയാൾ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ 3 തവണ വോട്ട് ചോദിക്കാൻ വരാതെ ഒരു ഒറ്റ മനുഷ്യൻ മാത്രമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ജയിച്ചിട്ടുള്ളൂ, അത് ഇസ്മായിൽ സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ, വലിയ സൂഫിവര്യനായൊരു മനുഷ്യൻ മത്സരിച്ചപ്പോൾ പൂക്കോയ തങ്ങളും ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബ്, NV അബ്ദുസ്സലാം മൗലവി സാഹിബ്, ഇങ്ങനത്തെ ഒരു ത്രയങ്ങളാണ് ആ തെരഞ്ഞെടുപ്പിൽ നിയന്ത്രിക്കുന്നത്. ഇസ്മായിൽ സാഹിബ് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുന്നേ ചാക്കീരി അഹമ്മദ് സാഹിബ് പൂക്കോയ തങ്ങളോടൊന്ന് പറഞ്ഞു, തങ്ങളെ ഇസ്മായിൽ സാഹിബ് തോൽക്കും, 5000 വോട്ടിന് തോൽക്കുന്നവർ. പൂക്കോയ തങ്ങൾ പറഞ്ഞു, ചാക്കീരി നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. പൂക്കോയ തങ്ങൾക്ക് അത് വിശ്വാസമായി. പൂക്കോയ തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബ് നമ്മളെ കാത്തോളുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് ഈ മണ്ണാർക്കാട് മണ്ഡലമൊക്കെ ഈ ഭാഗത്താണ്, തെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ മഞ്ചേരി മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. മണ്ണാർക്കാട് ഈ ആദിവാസി ഊരുകളിൽ അന്ന് ഉരുൾപൊട്ടലുണ്ടാവുകയും കുന്തിപ്പുഴ നിറഞ്ഞൊഴുകുകയൊക്കെ ചെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഉരുൾപൊട്ടലും കനത്ത മഴ ആയതുകൊണ്ട്
4000 ചില ആൾക്കാർ വോട്ട് ചെയ്തില്ല. ഇസ്മായിൽ സാഹിബ് ജയിച്ചത് 3000 ചില വോട്ടിനാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് ആദ്യം ജയിച്ചു പോയത്. അങ്ങനെ 3 തവണ, പിന്നീട് വലിയ ഭൂരിപക്ഷത്തിനൊക്കെ ജയിച്ചു. ഇനി ഞാൻ ഇസ്മായിൽ സാഹിബ് എന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊക്കെ എന്തിനാണ് ലീഗ് ആവണമെന്ന് എൻ്റെ അടുത്ത് ഒറ്റ ഉത്തരവുള്ളൂ, അത് ഇത്ര മാത്രമാണ്. സ്റ്റാൻലി ഹോസ്പിറ്റൽ വെച്ചാണ് ഇസ്മായിൽ സാഹിബ് അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അസുഖം മൂർജിച്ചെന്നറിഞ്ഞ് പലരും കാണാൻ പോയിരുന്നു. ബാഫക്കി തങ്ങളും ഷംനാട് സാഹിബും CH എല്ലാവരും ഉണ്ട്. ഇസ്മായിൽ സാഹിബ് സ്റ്റാൻലി ഹോസ്പിറ്റലിൽ വളരെ രോഗാതുരനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവസാനമായി സന്ദർശിച്ച വലിയ രാഷ്ട്രീയ നേതാവ്, തമിഴ്നാട് മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അച്ഛൻ, സ്റ്റാലിൻ്റെ അച്ഛൻ കലൈഞ്ചർ കരുണാനിധിയാണ്. റൂഹ് പിടിക്കുന്ന സമയത്ത് മനുഷ്യന്മാർക്ക് വേറെന്തെങ്കിലും ചിന്ത ഉണ്ടാവുമോ? അത്ര വേദനയുള്ള നിമിഷമല്ലേ. ഇസ്മായിൽ സാഹിബ് കലിമ ചൊല്ലിയാണ് അള്ളാഹുവിലേക്ക് മടങ്ങിയത്. കലൈഞ്ചർ കരുണാനിധി വന്ന് ഇസ്മായിൽ സാഹിബിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് കൈ പിടിച്ചിട്ട് ഇസ്മായിൽ സാഹിബിൻ്റെ കൈ ഇങ്ങനെ വെച്ചാണ്ട് ഈ കലൈഞ്ചർ കരുണാനിധി ഇസ്മായിൽ സാഹിബിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ആരോ ചെവിയിൽ പറഞ്ഞു, സർ കരുണാനിധി കാണാൻ വന്നിട്ടുണ്ടെന്ന്. ഇസ്മായിൽ സാഹിബ് അർദ്ധബോധാവസ്ഥയിലാണ്, നല്ല വേദന അനുഭവിക്കുന്ന സമയമല്ലേ. മെല്ലെ ഒന്ന് അർദ്ധബോധാവസ്ഥയിൽ കണ്ണ് തുറന്നിട്ട് കഷ്ടപ്പെട്ടൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കലൈഞ്ചർ കരുണാനിധിയുടെ കൈയൊന്നിങ്ങനെ അമർത്തി പിടിച്ചപ്പോൾ കരുണാനിധി വേദനയുണ്ട് എന്നറിയാം. കരുണാനിധി എന്തോ എന്നോട് തലൈവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നോക്കിയപ്പോൾ ഈ ഹരിത പതാക ഇന്ത്യയിൽ ആദ്യമായി പിടിച്ച ഇസ്മായിൽ സാഹിബ് ലോകത്തവസാനമായി സംസാരിച്ചത്, കലൈഞ്ചർ കരുണാനിധി, മുസ്ലിം ഉമ്മത്തിന് അങ്ങ് ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ്. ഈ കാര്യം മാത്രം മതി ഈ കൊടി പിടിച്ചടക്കാൻ. ന്യൂ കോളേജിൽ നിന്ന് വല്ലാജാൻ മസ്ജിദിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ MP അബ്ദുസമദ് സാഹിബിനോട് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് വന്ന് പറഞ്ഞു, സാർ മയ്യത്തെടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പൊന്ന് പറയണം. പറഞ്ഞു. 2 ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുന്ന് റോഡ് മുഴുവൻ നനച്ചു വല്ലാജാൻ മസ്ജിദ് വരെ. കാരണം ഇസ്മായിൽ സാഹിബിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി ഇസ്മായിൽ സാഹിബിനോടുള്ള ഇഷ്ടം കൊണ്ട് മയ്യത്തിനെ അനുഗമിച്ച് നടക്കുമ്പോൾ കാലിൽ ചെരുപ്പിടൂല, മുഖ്യമന്ത്രിയുടെ കാല് പൊള്ളാതിരിക്കാൻ. മയ്യത്തിൻ്റെ മുമ്പിൽ പിടിച്ചത് തമിഴ്നാട്ടിൽ ഇത്രയധികം സ്റ്റാർ വാല്യൂ ഉള്ള MGR ആണ്. ഗൂഗിളിൽ നോക്കി ഇസ്മായിൽ സാഹിബിൻ്റെ മയ്യത്ത് നിസ്കാരം നടക്കുമ്പോൾ 2 മനുഷ്യർ നിസ്കരിക്കാതെ മാറി നിൽക്കുന്നത്, ഒന്ന് കലൈഞ്ചർ കരുണാനിധിയും ഒന്ന് MGRുമാണ്. ആർക്കാട്ടിക് നവാബുമാരെ മാത്രം അടക്കം ചെയ്ത മണ്ണിലാണ് ഇസ്മായിൽ സാഹിബിൻ്റെ ഖബറിടമുള്ളത്. ഫാത്തിമ മുസഫർ എന്ന് പറയുന്ന നാഷണൽ വിമൻസ് ലീഗിൻ്റെ പ്രസിഡൻറ്റും MP അബ്ദുസമദ് സാഹിബിൻ്റെ മകളുമുണ്ട്. അവർ കഴിഞ്ഞ ആഴ്ച FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഇന്നത്തെ ആർക്കോട്ട് നവാബിൻ്റെ ഫോട്ടോ ഉണ്ട്. അവരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കി. സിനിമാ നടൻ മമ്മൂട്ടി ഒരു ദിവസം മദിരാശിയിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ മമ്മൂട്ടി സഞ്ചരിച്ച അതേ കമ്പാർട്ട്മെൻറ്റിൽ ഷിഹാബ് തങ്ങളും ഉണ്ടായിരുന്നു. ഷിഹാബ് തങ്ങൾ മമ്മൂട്ടിയുടെ അടുത്തെത്തിട്ട് പറഞ്ഞു, തങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു മമ്മൂട്ടിയോട്. എന്നിട്ട് പറഞ്ഞു, തങ്ങൾ മദ്രാസിൽ വരികയല്ലേ, എൻ്റെ വീടുണ്ട് മദ്രാസിൽ, അങ്ങൊന്ന് ഭക്ഷണം കഴിക്കാൻ വരുമോ, എനിക്ക് വലിയ സന്തോഷമാവുമായിരുന്നു. തങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ എത്തട്ടെ, എന്നിട്ട് എൻ്റെ ഷെഡ്യൂളിനനുസരിച്ച് ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. തങ്ങൾ മമ്മൂട്ടിയുടെ വീട്ടിൽ വിരുന്നിന് പോകാമെന്ന് കരുതിയ ദിവസമാണ് ആർക്കാട്ടിക് നവാബ് വിളിച്ച് തങ്ങളോട് ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത്. തങ്ങൾ അങ്ങോട്ട് പോയി കണ്ടു. മമ്മൂട്ടിയുടെ വിരുന്നിന് പോകാൻ കഴിഞ്ഞില്ല, ഞാൻ വരില്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. കാരണം അദ്ദേഹത്തിന് വേറെ എവിടെയൊക്കെ പോകണ്ടായിരുന്നു. അന്ന് കൂടെയുള്ള ആൾ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ മമ്മൂട്ടിയെപ്പോലത്തെ ഒരാളുടെ വിരുന്ന് നഷ്ടാക്കേണ്ടിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ആർക്കാട്ടിക് നവാബുമാരുടെ മഹത്തറിയില്ല എന്ന് പറഞ്ഞു. 11 കോളേജുകൾക്കും 14 റോഡുകൾക്കും 13 മസ്ജിദുകൾക്കും ഇസ്മായിൽ സാഹിബിൻ്റെ പേരുണ്ട്. മിയാൻഖാൻ എന്നാണ് മകൻ്റെ പേര്. ദൂരെ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. KTM അബ്ദുറഹ്മാൻ സാഹിബ്, ഇസ്മായിൽ സാഹിബിൻ്റെ അനിയൻ, വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു, ഇസ്മായിൽ സാഹിബിൻ്റെ മകൻ അടുത്തൊരു കോളേജിലേക്ക് മാറ്റാൻ ഒരു ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ കിട്ടുമോന്ന്. ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. മന്ത്രി സ്പെഷ്യൽ ഉത്തരവിട്ട് പെട്ടെന്ന് അത് ശരിയാക്കി കൊടുത്തു. ഇസ്മായിൽ സാഹിബിനോടുള്ള ഇഷ്ടം കൊണ്ട് മന്ത്രി സഭയിൽ വെച്ച് കണ്ടപ്പോൾ, സാർ മിയാൻഖാൻ നന്നായി പഠിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെന്താ അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിങ്ങനെ ഒരു സ്പെഷ്യൽ ഓർഡർ വേണ്ടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ശരിയാക്കി കൊടുത്തിട്ട് ഇസ്മായിൽ സാഹിബിന് ഇഷ്ടം കിട്ടാൻ പറഞ്ഞതാണ്.
വൈകിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞു, മോനെ നാളെ മുതൽ ആ കോളേജിലേക്ക് പോരുന്നു പറഞ്ഞു. എന്താ വാപ്പ? മുസ്ലിം ലീഗിൻ്റെ മദിരാശി പ്രവിശ്യ പ്രസിഡന്റ് ആയതുകൊണ്ട്, വാപ്പ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്, അല്ലാതെ മെറിറ്റിൽ കിട്ടിയതല്ല എന്ന് പറഞ്ഞു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോനെ വിടണം. ഞാൻ വിടില്ല സാർ. എന്താണ് സാർ അങ്ങനെ പറയുന്നത്? നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ. എനിക്ക് നാളെ എൻ്റെ റബ്ബിനോട് ഞാൻ എന്താ പറയാന്നാണ്. മെറിറ്റിൽ പഠിക്കേണ്ട ഒരു കുട്ടിയുടെ സീറ്റ് തട്ടിയെടുത്ത ഒരാളുടെ ഉപ്പയാവാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മിയാൻഖാൻ്റെ പഠനം നിൽക്കുന്നത്. വലിയ ലോഡുമായി ഇസ്മായിൽ സാഹിബ് കുറേ ഡ്രസ്സൊക്കെ ഉള്ളൊരു ബാഗുമായിട്ട് മദ്രാസിൽ വന്നിറങ്ങുമ്പോൾ ഒരു പോർട്ടർ ഓടി വന്നത് ഏറ്റി വീട്ടിൽ കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. കൊണ്ടുവച്ച് പോർട്ടർ പെട്ടി ഇറക്കി തിരികെ വയ്ക്കിയപ്പോൾ പോർട്ടർ ആ കരഞ്ഞോയിന്ന്. കാരണം നടന്നു വരുമ്പോൾ പൊട്ടിപ്പോയൊരു ചെരുപ്പുണ്ടായിരുന്നു പോർട്ടറുടെ. ആ ചെരുപ്പ് കയ്യിൽ പിടിച്ച് പിറകെ നടന്നു വന്ന ആളാണ് ഇസ്മായിൽ സാഹിബ്. ഇങ്ങനെ വലിയ മാതൃകകൾ കാണിച്ച്, വലിയ മാതൃക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മാതൃകകൾ കാണിച്ച് ലളിത ജീവിതം നയിച്ച്. അതുകൊണ്ടാണ് CH മുഹമ്മദ് കോയ പറഞ്ഞത്, ഞങ്ങൾക്ക് MP സ്ഥാനമോ MLA സ്ഥാനമോ ഒരു സ്ഥാനവും വേണ്ട, ഞങ്ങൾക്ക് ഈ സ്റ്റേജിലിരിക്കുന്ന തുടിക്കുന്ന താടിരോമങ്ങളുള്ള സ്ഫുരിക്കുന്ന മുഖമുള്ള ഇസ്മായിൽ സാഹിബിൻ്റെ അനുയായി എന്നുള്ള സ്ഥാനം മാത്രം മതി എന്ന് CH മുഹമ്മദ് കോയ പ്രസംഗിക്കാൻ കാരണം. ആ ഇസ്മായിൽ സാഹിബാണ് ഈ പതാക ആദ്യമായി പിടിച്ചത് എന്നതാണ്. അത് വളരെ തസവുഫുള്ള കൈയാണ്. ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴും ഈ കൊടി പിടിച്ച് നടക്കുമ്പോഴും അത് മാത്രം ചിന്തിച്ചാൽ മതി എന്നതാണ്. നമുക്ക് ലഭിക്കുന്ന ഊർജം ചെറുതാവില്ല.